കൂടുതലായിട്ടും ഈ നെഗറ്റിവിറ്റി റിമൂവ് ചെയ്യുന്നത്. നെഗറ്റിവിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ എൻറ്റിറ്റീസിൻ്റെ പ്രസൻസ് ആവാം, ഉള്ളിലുള്ള ഇതേപോലത്തെ എനർജീസ് ഉണ്ടോ എന്നുള്ളൊരു ഭയമാകാം, പാരമ്പര്യമായിട്ട് കിട്ടിയിട്ടുള്ള കുറേ നെഗറ്റീവ് കാര്യങ്ങളുണ്ടല്ലോ, അതാവാം. അത് നമ്മൾ ചെയ്യുമ്പോൾ മനസ്സിലാവും, ഒരു പ്രസൻസ് കിട്ടും, മനസ്സിലാവും. അപ്പോൾ ഈ പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. പൂർവ്വജന്മത്തിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്, കുറച്ചുകൂടെ പുറകോട്ട് പോകേണ്ടി വരും. ചിലപ്പം ആ ലൈഫിലുള്ള ട്രോമാസ് നമ്മളെ ഈ ജന്മത്തിൽ നമ്മളെ ഹോണ്ട് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ നമ്മളെ ബാധിക്കുന്നുണ്ടാവും, അല്ലേ? അങ്ങനെയുള്ള കേസസ് ഏതാണ് മാമിന് പറയാനുള്ളത്? അങ്ങനെ കുറേ കേസസ് ഉണ്ട്. അതിൽ എക്സാമ്പിളായിട്ട് പറയാനുള്ളത് ചില അസുഖങ്ങളാണ്. ഇങ്ങനെ അസുഖങ്ങളും ഫിനാൻഷ്യൽ പ്രോബ്ലംസും അങ്ങനെ കുറേ അസുഖങ്ങളാണ് മെയിനായിട്ടും ആൾക്കാർ പിന്നെ ചിലർക്ക് മിക്കവർക്കും ആഗ്രഹം ഉണ്ടാവും, എൻ്റെ പഴയ ജന്മം എന്തായിരുന്നു, അപ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് ഒരു ടീച്ചറായത്, അല്ലെങ്കിൽ ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്, എന്തുകൊണ്ടാണ് എനിക്ക് ഈ പ്രൊഫഷനിൽ ഞാൻ പിന്നെ ഞാൻ ഓരോന്ന് ട്രൈ ചെയ്തിട്ടും പരാജയപ്പെടുന്നത്. അപ്പോൾ അതിന് നമ്മൾ പോകേണ്ടത് പാസ്റ്റ് ലൈഫിലേക്ക് പോയിട്ട് ഏത് സ്ഥലത്താണോ ഇവർക്ക്, എവിടെയാണ്, ചിലപ്പം അങ്ങ് 3000 വർഷം മുമ്പായിരിക്കാം, ചിലപ്പം 10 വർഷം മുമ്പായിരിക്കാം. അങ്ങനെ ആ ഒരു ഇതിലേക്ക് പോയിട്ട് ഇപ്പോൾ ചെറുപ്പം മുതലേ വന്നിരിക്കുന്ന പ്രോബ്ലം ആകുമ്പോൾ തീർച്ചയായിട്ടും പഴയ പ്രശ്നങ്ങൾ, അത് നമ്മുടെ ആൻസെസ്ട്രൽ എന്ന് വേണമെങ്കിൽ പറയാം. കുറേ പഴയ നമ്മുടെ ആൻസെസ്റ്റേഴ്സിൻ്റെ അടുത്തു നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള ചെറിയ ചെറിയ ട്രേറ്റ്സ്, അപ്പോൾ ആ ഒരു അവിടത്തേക്ക് ആയിരിക്കാൻ പോകും. ആ മെമ്മറിയെ നമ്മൾ ആക്സസ് ചെയ്യുന്നതാണല്ലോ. അപ്പോൾ അവിടത്തേക്ക് പോയിട്ട് എന്താണ് അവിടെ സംഭവിച്ചത്, ഇതിനതാണ് കാരണമെങ്കിൽ അതിനെ നമ്മൾ കട്ട് ചെയ്യും, ഇവരുമായിട്ടുള്ള ആ ഒരു കണക്ഷൻ കട്ട് ചെയ്യും, എന്നിട്ട് അവരെ തിരിച്ചു കൊണ്ടുവരും. അപ്പോൾ ഈ പാസ്റ്റ് ലൈഫിൽ പോയിട്ട് അവർക്ക് ഹീലിംഗ് കിട്ടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അതൊരു ഒരാഴ്ച കൊണ്ടൊക്കെ തന്നെ സ്ലോലി കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു വ്യത്യാസമാണ് വരുന്നത്. അത് മിക്കവാറും അസുഖങ്ങൾക്കാകുമ്പോൾ നമുക്ക് കണ്ടാൽ തന്നെ അത് ജനറലായിട്ടും സോറിയാസിസ്, പിന്നെ ചില മാനസിക പ്രശ്നങ്ങൾ, അങ്ങനെ സോറിയാസിസിന് വളരെ എഫക്റ്റീവായിട്ട് കണ്ട്, സ്കിൻ പ്രോബ്ലത്തിന് കൂടുതലും, പിന്നെ ജനറലായിട്ടുള്ള രോഗം എന്ന ഒരവസ്ഥയുണ്ട്. ചില ആൾക്കാർക്ക് വയ്യ, എപ്പോഴും അസുഖമാണ്, അസുഖത്തെക്കുറിച്ചുള്ള പേടി, പറയാൻ നോക്കിയാൽ 100 കണക്കിന് അസുഖമായിരിക്കും, പക്ഷെ അതൊന്നും ഒരു അസുഖമായിരിക്കത്തില്ല. അങ്ങനെയുള്ളവർക്ക് നമ്മൾ പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ ചെയ്യുമ്പോൾ അത് പാസ്റ്റ് ലൈഫിലുള്ള ഏതെങ്കിലും ഒരു ലൈഫിൽ ആ ആൾ ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ മരണസമയത്ത് അവർ ഈ ഒരു കണ്ടീഷനിലായിരുന്നു, ആരെങ്കിലും അതിനൊരു കാരണമായിരുന്നിരിക്കും, ആരോടെങ്കിലും അതിനുള്ളൊരു വെഞ്ചൻസ്, ദേഷ്യം, അതേപോലത്തെ ഒരു ഫീലിംഗ് അവർക്ക് ഉണ്ടായിട്ടാണ്, സമാധാനത്തോടെ അല്ല മരിച്ചത്. ആ സമയത്തുള്ള ആ ഒരു ഫീലിംഗാണ് അവർക്ക് ഒന്നുകിൽ രോഗമായിട്ട്, അല്ലെങ്കിൽ ദാരിദ്ര്യമായിട്ട്, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ പ്രോബ്ലം ആയിട്ട്, അങ്ങനെ ഏത് കണ്ടീഷനായിരുന്നു അവർക്കുണ്ടായിരുന്നത്, ആ ഒരു കണ്ടീഷൻ ആണ് പിന്നീട് ഈ ഒരു ജന്മത്തിൽ വരുമ്പോൾ അവർക്ക് കിട്ടുന്നത്. അതിൽ കൊണ്ടുപോയിട്ടാണ് നമ്മൾ അവരെ അത് കട്ട് ചെയ്യുന്നത്. അവർ കാണും, അവരാണ് പറയുന്നത്. നമ്മൾ അവരെ കൊണ്ടുപോയിട്ട് അവരോട് ചോദിക്കും, നിങ്ങളിപ്പോൾ എന്താ കാണുന്നത്. അതൊരു പ്രശ്നമുണ്ട്. ചിലർക്ക് അങ്ങനത്തെ ഒരു ഇമാജിനേഷൻ അല്ലെങ്കിൽ ഇമേജ് കിട്ടാൻ ഭയങ്കര പ്രയാസമാണ്. അതുവരെ കൊണ്ടുപോകാൻ നമ്മൾ പ്രിപ്പയർ ചെയ്യണം. അവരുടെ ഈ ബാക്കി ടെൻഷൻസൊക്കെ മാറ്റി റൂട്ട് ക്ലിയർ ആക്കിയിട്ട് മയക്കത്തിലേക്ക് കൊണ്ടുപോകുന്ന കൂടാതെ അന്നേരമല്ല, അതിന് മുമ്പ് 1-2 തെറാപ്പി ചെയ്ത് അവരുടെ ആ മറ്റ് ടെൻഷൻസും കുറേ ഇതിൻ്റെ കൂട്ടത്തിലുണ്ട്, അതൊക്കെ മാറ്റി അവരുടെ മനസ്സിനെ ഒന്ന് ശാന്തമാക്കിയിട്ടേ നമുക്ക് അവരെ അടുത്ത ഹിപ്നോസിസിലേക്ക് കൊണ്ടുപോയിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അവരോട് തന്നെയാണ് ചോദിക്കുന്നത്, നിങ്ങൾ എന്താ കാണുന്നത്, നിങ്ങളെവിടെയാണിപ്പോൾ എന്നൊക്കെ അവരോട് ചോദിച്ചിട്ട് ആ ഏജ് ഏത് ടൈമിലാണ്, ഏത് ഡ്രസ്സാണ്, ആരാണ് കൂടെയുള്ള എല്ലാ കാര്യങ്ങളും ചോദിച്ച് എന്താണ് ആ ലൈഫിൽ സംഭവിച്ചത്, എന്ത് കാരണം കൊണ്ടാണ് ഇപ്പം ഇങ്ങനെ ഉണ്ടായിട്ടുള്ളത്, ഇപ്പം നിങ്ങൾ ഈ മരണസമയത്ത് നിങ്ങൾ എങ്ങനെയാണ്, എന്താണ് നിങ്ങളുടെ മനസ്സിലുള്ളത്, അത് മനസ്സിലാക്കിയിട്ട് അതും ഈ ആ ഒരു ഇമോഷനും ആ ഒരു വ്യക്തിയും ആ ഒരു സംഭവവും ആ ഒരു ജീവിതവും എല്ലാമായിട്ടുള്ള അവരുടെ ഒരു ലൈനെ നമ്മൾ കട്ട് ചെയ്തിട്ട് അവരെ ഇങ്ങോട്ട് കൊണ്ടുവരും. അപ്പോൾ അതവർക്ക് പോയി, അവരുടെ മനസ്സിൽ നിന്ന് അവരുടെ ലൈഫിൽ നിന്ന് അത് പോയി. അപ്പോൾ പിന്നെ അവർക്ക് ആ ഒരു ചേഞ്ച് വന്നോളും.
ഇതാണല്ലോ കാരണം കണ്ടുപിടിച്ചു. ഇൻസ്റ്റന്റ് റിലീഫ് ആ സമയത്ത് തന്നെ കിട്ടുമോ? ഇൻസ്റ്റന്റ് റിലീഫ് ഫീൽ ചെയ്യും. പിന്നീട് ഇൻസ്റ്റന്റ് ആയിട്ട് ഉള്ള കാര്യമാണെങ്കിൽ ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ ചേഞ്ചസ് കാണും. അത് ഫിനാൻഷ്യലൊക്കെ ആകുമ്പോൾ പതുക്കെ അല്ലേ വ്യത്യാസം. ഉറക്കം ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഓർമ്മ കാണത്തില്ലല്ലേ? ഇച്ചിരിയൊക്കെ ഓർമ്മ കാണും. അപ്പോൾ ചില ആൾക്കാർക്ക് നമ്മൾ ഈ റിഗ്രഷൻ ചെയ്യുമ്പോൾ, കൂടുതൽ പേർക്ക് ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്, എന്ന് വെച്ചാൽ വലിയൊരു സംഭവത്തിൽ കൂടെ വലിയൊരു ടെൻഷനൊക്കെ ആയിരിക്കും. അപ്പോൾ അത് നമ്മൾ വീണ്ടും അതിൽ കൂടെ കൊണ്ടുപോകുമ്പോൾ വീണ്ടും നമ്മൾ തെറാപ്പി ചെയ്തിട്ട് അതിൽ നിന്ന് അവരെ മാറ്റേണ്ടി വരും. ചിലർക്കത് വീണ്ടും ഇങ്ങനെ ഹോണ്ട് ചെയ്യുന്ന ഒരു ഇതായിട്ട് ഫീൽ ചെയ്യും. അതിലൊരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു കുട്ടിക്കൊരു സെക്സ് അഡിക്ഷൻ ഒരു 10ാം ക്ലാസ്സിലൊക്കെ ആയിട്ടുള്ളൂ. അപ്പം എല്ലാവർക്കും ഭയങ്കര ടെൻഷൻ, ഇതെന്താണ് ഇങ്ങനെ സംഭവിക്കാൻ കാര്യം, അങ്ങനത്തെ അതിന് പുറമെ ആൾക്കാരുമായിട്ടൊന്നും ഇതിൽ അങ്ങനെ നല്ലതായിട്ട് വളരുന്ന കുട്ടി. അപ്പോൾ കൊറോണ സമയത്ത് ഫോണിൽ അഡിക്ഷനായി. ഫോൺ ഇൻട്രൊഡ്യൂസ് ചെയ്തല്ലോ, എല്ലാവർക്കും ഫോൺ കിട്ടി. അപ്പോൾ ഫോണിൽ ഇങ്ങനെ ഏതോ 1-2 പ്രാവശ്യം ഫ്രണ്ട്സ് കുറേ പേരെ ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തു. അതാണ് തുടക്കം. പിന്നീട് അതിന് ഫോൺ ഇല്ലാതെ പറ്റില്ല. ഫോൺ ആരെങ്കിലും കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് അവരെ കൊല്ലും. അതേപോലത്തെ അമ്മ ഇങ്ങനെ ഗ്ലാസ് എടുത്ത് എറിയുക, അമ്മ എനിക്ക് വേണ്ട, എനിക്കിതാണ് ആഗ്രഹം, അമ്മ എന്നെ ഇങ്ങനെ വിട്ടേച്ചാൽ മതി എന്നാണ് പറയുന്നത്. അപ്പോൾ ആർക്കും അങ്ങനെ വിടാൻ പറ്റില്ല. 15 വയസ്സൊക്കെ ഉള്ള കുട്ടിയല്ലേ. അവർ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ ഇവർക്കെന്തോ ഒരു ഫോണിനുള്ള അഡിക്ഷൻ, ഇതൊരു അഡിക്ഷൻ, ഇതെന്തോ ദേഷ്യം പോലെയാണ് എല്ലാവർക്കും ഫീൽ ചെയ്യുന്നത്. നമ്മളതിനെ തെറാപ്പി ചെയ്യുമ്പോൾ 2-3 പ്രാവശ്യം, പക്ഷേ അത് സൈക്കാട്രിക് മെഡിസിൻസ് എടുക്കേണ്ടി വന്നു. കാരണം ഭയങ്കരമായിട്ട് വയലൻ്റ് ആവുമല്ലേ. അപ്പോൾ എൻ്റെ അടുത്ത് വന്നു. ആക്ച്വലി ഈ വീഡിയോ കേട്ടതിന് ശേഷം വന്നതാണ്. അപ്പോൾ വന്നിട്ട് നമ്മൾ 2 സെഷനൊക്കെ ചെയ്തിട്ടാണ് പുള്ളിക്കാരി ഒന്ന് റിലാക്സ് ആയത് തന്നെ, മെൻ്റലി റിലാക്സ് ആയി. പിന്നെ മെഡിസിൻസൊക്കെ അവർ തന്നെ പുള്ളിക്കാരി തന്നെ സ്റ്റോപ്പ് ചെയ്തു, കുട്ടി തന്നെ സ്റ്റോപ്പ് ചെയ്തു. അത് വന്നിട്ട് ഇത് റിഗ്രഷനൊക്കെ ചെയ്യുമ്പോൾ എന്താണ് ആക്ച്വലി ഇത് പണ്ടേ ഒരു ഡിപ്പെൻഡൻറ്റ് ചൈൽഡാണ്. അമ്മയുടെ കൂടെ കിടക്കത്തുള്ളൂ, അല്ലെങ്കിൽ കൂടെ പോകാനൊരാൾ വേണം, ആരുടെയെങ്കിലും സ്നേഹം കിട്ടിയാൽ അത് കിട്ടണം, അങ്ങനത്തെ പണ്ടേ ഒരു വാശി, ഇതെനിക്ക് വേണം. പിന്നെ ഒരു വിഷമം, മറ്റവരെ സ്നേഹിക്കുന്നു എന്നെ സ്നേഹിക്കുന്നില്ല, അതൊക്കെ ക്യാരക്ടർ ഇതിന് നേരത്തെ ഉണ്ട്. ഈ 2-3 വയസ്സ് തൊട്ട് ഇതിനുണ്ട്. പക്ഷെ അത് ഐഡൻറ്റിഫൈ ചെയ്തിട്ടില്ല. ഇതിങ്ങനൊരു പ്രശ്നം വന്നപ്പോഴാണ് അതൊരു വലിയ ഇഷ്യൂ ആയത്. ആക്ച്വലി ഈ കുട്ടി നേരത്തെ ട്രോമാറ്റിക് ആണ്. അപ്പം നമ്മൾ ആ ട്രോമയാണ് മാറ്റിയത്, അല്ലാതെ ഇപ്പോഴത്തെ അസുഖമല്ല. അതുകൊണ്ട് പിന്നെ അതിന് ശേഷം മൊബൈലും കാണണ്ട, പിറ്റേ ദിവസം തന്നെയാണ് ചേഞ്ച് വന്നത്. സത്യം പറഞ്ഞാൽ അന്നേരമൊക്കെ നമുക്കൊരു ഭയങ്കര സന്തോഷവും ഇപ്പം നല്ലതായിട്ട് തന്നെ പോകുന്നു. പഠിക്കുന്നുണ്ട്, എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു. അതെ, അതെ, മാറ്റം വരുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്, ഒരു സാറ്റിസ്ഫാക്ഷൻ ഫീൽ ചെയ്യുന്നത്. അതുപോലെയുള്ളതാണ് ഈ വെഞ്ചിയൻസ് എന്ന് പറയുന്നത്, അതായത് പ്രതികാര ദാഹം എന്നൊക്കെ പറയുന്ന പോലെ. ഈവൻ മരിച്ചു കഴിഞ്ഞാൽ പോലും ആത്മാക്കൾ പോലും പ്രതികാരദാഹികളായിട്ട് നടക്കുന്നതൊക്കെ നമ്മൾ കഥകളിൽ ഒത്തിരി കണ്ടിട്ടുണ്ടല്ലേ. അപ്പം ഈ കുടുംബങ്ങളിൽ തന്നെയുള്ള പ്രശ്നങ്ങൾ, സാമ്പത്തിക ഇടപാടുകൾ, അല്ലെങ്കിൽ ബിസിനസ് പാർട്ട്നേഴ്സ്, അല്ലെങ്കിൽ സുഹൃത്തുക്കൾ, അപ്പം ചിലരോട് നമുക്ക് അടങ്ങാത്ത പക കാണും. അപ്പം അതിങ്ങനെ നമ്മുടെ ഉള്ളിൽ കടന്ന് അത് ക്ഷമിക്കാൻ പറ്റാണ്ട് അത് പിന്നെ ഒരു രോഗമായി മാറി അല്ലേ. അത് നമുക്ക് പോലും അത് നമുക്കാണ് ശരിക്കും അത് അഫക്റ്റ് ചെയ്യുന്നുള്ളത് നമ്മൾ തിരിച്ചറിയാറില്ല പലപ്പോഴും. അതിനൊക്കെ ഈ ഹിപ്നോസിസ് എത്രത്തോളം സഹായിക്കാറുണ്ട്? നമ്മൾ ഈ പക, ദേഷ്യം എന്നൊക്കെ പറയുന്നതും ഒരു ട്രോമയാണ്, ട്രോമയുടെ പ്രതിഫലനമാണ്. ഇപ്പോൾ നമ്മൾ ഒരാൾക്കുണ്ടായ പ്രശ്നം, ചെറുപ്പത്തിലുണ്ടായ എന്തെങ്കിലും പ്രശ്നമായിരിക്കാം, ഞാൻ പറഞ്ഞ പോലത്തെ കുറേ ട്രോമ കേസസ്, അത് ഉള്ളിൽ കിടക്കുമ്പോൾ അത് ചിലപ്പം അതേ പോലത്തെ ഒരു സാഹചര്യം വന്നപ്പം വേറൊരാൾ നമ്മളോട് പ്രതികരിച്ചത് ഈ രീതിയിലായിരിക്കും. നമുക്കെന്ത് ചീറ്റിങ് വന്നിട്ടുണ്ടാകും, എന്തെങ്കിലും വന്നിട്ടുണ്ടാകും. അത് ഈ പറയുന്ന ട്രോമയെ പെട്ടെന്ന് അതിനുള്ളൊരു ട്രിഗറിങ് ഫാക്ടറാണ്. അപ്പോൾ അത് ട്രിഗർ ചെയ്തു മാറുന്നില്ല. കാരണം അത് സാധനം അവിടെ തന്നെ ഉണ്ടല്ലോ. അവർക്ക് നേരത്തെ ഉണ്ടായ ട്രോമ അവിടെ ഓൾറെഡി കിടക്കുകയാണ്. ഈ സാധനം അവിടെ വന്നിട്ട് അത് കുത്തി നോവിച്ചു. ഓക്കെ, അപ്പോൾ അത് കുത്തി നോവിച്ചതിൻ്റെ ആ ഒരു വിഷമം അത് അവിടെ കിടക്കുകയാണ്. അപ്പോൾ ഇതൊന്ന് പരിഹരിക്കണമെങ്കിൽ തിരിച്ച് ചെയ്യണം എന്നുള്ളതാണല്ലോ നമ്മൾ പൊതുവെ. തിരിച്ച് ചെയ്താൽ നമുക്ക് അതിനുള്ളൊരു സമാധാനം കിട്ടും എന്നാണ് പൊതുവേ ഉള്ളൊരു സങ്കല്പം. എന്താ, പ്രതികാരം ചെയ്യണം. അത് ഒരു രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ പ്രതികാരം, അല്ലെങ്കിൽ ഒരാളെന്നെ തിരിച്ചടിച്ചാൽ പ്രതികാരം. പക്ഷേ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ചില ആൾക്കാർ അത്രയും ദേഷ്യം, എന്നെ ചതിച്ചവളല്ല ചതിച്ചവനെ കൊന്നു കഴിഞ്ഞിട്ട് അവർ ചിലപ്പോൾ സൂയിസൈഡ് ചെയ്യുമായിരിക്കും ചെയ്യുന്നത്. കാരണം അവർക്ക് അതുകൊണ്ട് കിട്ടുന്നില്ല സന്തോഷം, ആ പറഞ്ഞ സന്തോഷം കിട്ടുന്നില്ല. അതാണ് പ്രതികാരം ചെയ്യുന്നത് കൊണ്ട് ആർക്കും സന്തോഷം കിട്ടത്തില്ല. ക്ഷമയാണ് ഏറ്റവും നല്ലതെന്ന് എല്ലാവരും പഠിപ്പിക്കുന്നുണ്ട്. അതിപ്പം ക്ഷമിക്കുന്നതിൻ്റെ കൂടെ ദൈവം ഉണ്ടെന്നും, ഞാൻ നിന്നോട് ക്ഷമിക്കുന്നത് പോലെ നീ എല്ലാവരോടും ക്ഷമിക്കുക എന്ന് പറയുന്ന കർത്താവായാലും എല്ലാവരും
ക്ഷമയെക്കുറിച്ചാണ് എല്ലാ വേദഗ്രന്ഥങ്ങളിലും റിലീജിയനും എല്ലാവരും പറയുന്നത് ആ ക്ഷമയാണ്. അപ്പോൾ ആ ക്ഷമയാണ് നമ്മൾ ഈ പക കൊണ്ടുണ്ടാകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ബ്രെയിനിൽ കുറേ ട്രോമ കൊണ്ടുണ്ടാകുന്നത് തന്നെ ബ്രെയിനിലുള്ള കുറേ നമ്മുടെ കെമിക്കൽസ് ന്യൂറോളജിക്കൽ കെമിക്കൽസ് കുറേ കെമിക്കൽസ് ഉണ്ട്. നമ്മൾ ആ കെമിക്കൽസൊക്കെ ഹൈ ആവുകയാണ് ചെയ്യുന്നത്. അതിനെ ഒന്ന് നോർമലാക്കി വേണ്ട ഹാപ്പി ഹോർമോൺസോ അല്ലെങ്കിൽ വേണ്ട കെമിക്കൽസിനെ നമ്മുടെ ബ്രെയിനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പല രീതിയിലുള്ള പ്രാക്ടീസസ് ഉണ്ട്. ഒന്ന് നമ്മൾ ഈ മെഡിറ്റേഷൻ പോലത്തെ പ്രാക്ടീസ് ചെയ്യുക. രണ്ടാമത്തേത് ആദ്യം പറഞ്ഞതാണ് സബ്ജക്റ്റിനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ് ഈ അഡിക്ഷനിലേക്ക് പോകുന്നത്, താൽക്കാലികമായത്. മറ്റേന്ന് വെച്ചാൽ താൽക്കാലികമല്ല, നമ്മൾ ഒരാളെ സഹായിക്കുന്നത് കൊണ്ട് നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം, ദാനം ചെയ്യുന്നതുകൊണ്ട് കിട്ടുന്നുള്ള സന്തോഷം, ഒരു ചാരിറ്റി ചെയ്യുന്ന ഒരാളെ പോയി നമ്മൾ ഹെൽപ്പ് ചെയ്യുക അതുകൊണ്ട് കിട്ടുന്ന സന്തോഷം, ആ സന്തോഷമൊക്കെ നമ്മൾ സ്പിരിച്വൽ ഹാപ്പിനെസ് എന്നാണ് പറയുന്നത്. അത് ലോങ്ങായിട്ട് നിലനിൽക്കുന്ന സന്തോഷമാണ്. അത് ഒരു ലഹരിയായിട്ട് എടുക്കുന്നവരുണ്ട്. അത് കാരണം അവർക്ക് മനസ്സമാധാനവും പിന്നെ ഇതിൽ നിന്നൊക്കെയുള്ളൊരു ബ്രെയിനിനെ കുറേ നോർമലാണ്. പിന്നെയുള്ളതാണ് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുക എന്നുള്ളത്. മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ധ്യാനമാണ്. നല്ല പ്രാർത്ഥനയും മെഡിറ്റേഷൻ തന്നെയാണ്. നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നത്, അല്ലാതെ കേഴ്സ് ചെയ്യുന്നത് ഒരിക്കലും ഒരു ഹീലിംഗ് അല്ല. കേഴ്സ് ചെയ്യുമ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് കേൾക്കുന്നത് നശിച്ചു പോട്ടെ എന്ന്, ആരും നശിച്ചു പോട്ടെ എന്നല്ല. അപ്പോൾ സംഭവിക്കുന്നത് നമുക്ക് തന്നെയുള്ള നാശമാണ്. അതെ, ഫോർഗീവ്നെസ് പ്രാക്ടീസ് ചെയ്യുന്നതിനുള്ള ഗുണം അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നത് ഈ പക വൈരാഗ്യം കൊണ്ട് വരുന്നവർക്കെല്ലാം നമ്മൾ ഫോർഗീവ്നെസ് മിക്കവർക്കും ചെയ്യിപ്പിക്കാറുണ്ട്. കാരണം എല്ലാവർക്കും കുറേ വിഷമങ്ങളും ദേഷ്യവും സ്ട്രെസ്സും വരുമ്പോൾ ആരോടെങ്കിലുമുള്ള ദേഷ്യം ഉണ്ടാവും, സ്വന്തമായിട്ട് അവരവരോട് തന്നെ ഒരു പ്രശ്നം ഉണ്ടാവും. ആരോടാണ് അവർക്ക് ഒരു മാനസികമായ പ്രശ്നമുള്ളത് അവരെ മനസ്സിൽ വിചാരിപ്പിച്ചിട്ട് നമ്മളവർക്ക് ഫോർഗീവ്നെസ് ചെയ്യിപ്പിക്കും. ഹിപ്നോട്ടിക് ഫോർഗീവ്നെസ് എന്ന് പറയുന്ന ഒരു ഇത് തന്നെ ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ഹിപ്നോസിസിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ വെച്ച് തന്നെ ഈ ആളിൽ ചെയ്ത നല്ല കാര്യങ്ങൾക്ക് വേണ്ടി അവർക്ക് നന്ദി പറയുക, അവർക്ക് ഞാൻ ചെയ്ത തെറ്റിന് അവരോട് മാപ്പ് ചോദിക്കുക, അവർ ചെയ്ത തെറ്റിന് നമ്മൾ മാപ്പ് കൊടുക്കുക, പിന്നെ അവരോട് നമ്മൾ ക്ഷമിച്ചു, ഐ ലവ് യു എന്നുള്ള രീതിയിൽ പറയുക. ആ ഒരു പ്രെയർ തന്നെ ഉണ്ടല്ലോ, ഹോപ്പണോപ്പോ എന്ന് പറഞ്ഞൊരു പ്രെയർ എല്ലാവരും, ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു. അതൊരു നല്ലൊരു വളരെ ഒരു പവർഫുള്ളാണത്. നമ്മൾ അവരോട് ക്ഷമിക്കുമ്പോൾ നമ്മുടെ ഒരു പോസിറ്റീവ് എനർജി അവർക്ക് കിട്ടുകയാണ്. അപ്പോൾ അവരുടെ ആ നെഗറ്റിവിറ്റി മാറുകയാണ് ചെയ്യുന്നത്. അത് കാരണം നമ്മൾ ഈ ഇന്നർ സോൾ എന്ന് പറയുന്നതും ഈ എല്ലാ മനുഷ്യരുടെയും ആത്മാക്കളും സോളും ഈ പ്രപഞ്ചവും എല്ലാം ഇങ്ങനെ ലയിച്ചിരിക്കുന്ന ഒരു ഇതല്ലേ. അപ്പം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു നല്ല കാര്യം ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് നല്ലത് വരും, അതുവഴി എനിക്ക് നല്ലത് വരും. അത് തന്നെയാണ് ഹിപ്നോട്ടിക് റെജുവിനേഷൻ എന്ന് പറയുന്നത്. അല്ല, ഹിപ്നോട്ടിക് റെജുവിനേഷൻ എന്ന് പറയുന്നത് നമ്മൾ റെജുവിനേറ്റ് ചെയ്യുക, നമ്മുടെ ബോഡി റെജുവിനേറ്റ് ചെയ്യിക്കാൻ വേണ്ടി എല്ലാ ദിവസവും ആദ്യം ഒരു പ്രാവശ്യം അതൊരു അസുഖത്തിനുള്ള രോഗങ്ങൾക്കുള്ളൊരു ചികിത്സയായിട്ടും ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനായിട്ടും മാനസികവും ശാരീരികവുമായ ഹെൽത്ത് ഇമ്മ്യൂണിറ്റിയും വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെക്നിക്കാണ്. ആ ടെക്നിക്ക് നമുക്ക് തടി കുറയ്ക്കാനും ഫാറ്റ് റിഡക്ഷന് വേണ്ടിയിട്ടും ഉപയോഗിക്കാൻ പറ്റും. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഇവർക്ക് ഇതേപോലത്തെ എന്തെങ്കിലും സ്ട്രെസ് ഉണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് അവരെ ഹിപ്നോസിസിലേക്ക് കൊണ്ടുപോയിട്ട് അവർക്ക് നമ്മൾ പോസിറ്റീവ് സജഷൻസ് കൊടുക്കും. അവരുടെ ഹെൽത്തിൽ ഏത് രീതിയിലാണ് സെല്ലുലാർ ലെവലിൽ അവർക്ക് സെല്ലുലാർ ലെവൽ തൊട്ട് അവർക്ക് ചേഞ്ച് വരുന്നതായിട്ട്, ബോഡി റെജുവിനേറ്റ് ചെയ്യുന്നതായിട്ടും മനസ്സിന് സന്തോഷം വരുന്നതായിട്ടും അവർക്ക് നമ്മളൊരു സജഷൻസ് കൊടുത്ത് മാനിഫെസ്റ്റ് ചെയ്യിപ്പിക്കും. അവരുടെ ഉള്ളിൽ അവരുടെ സബ് കോൺഷ്യസിനെ കൊണ്ട് മാനിഫെസ്റ്റ് ചെയ്യിപ്പിക്കും. അത് പിറ്റേ ദിവസം തൊട്ട് പതുക്കെ അത് ആക്റ്റ് ആയിക്കൊണ്ടേയിരിക്കും. നമ്മൾ പറയുന്ന പോലെ നമ്മളിപ്പോൾ ബോഡിയോട് പറയുകയാണ്, നാളെ മുതൽ നീ ഇത്ര 3 ഇഡ്ഡലിയേ കഴിക്കത്തുള്ളൂ ഒന്ന് നമ്മൾ പറയാം. 3 ഇഡ്ഡലിയേ കഴിക്കത്തുള്ളൂ, 10 ഇഡ്ഡലി കഴിച്ചുകൊണ്ട് നാളെ 3 ഇഡ്ഡലി കഴിക്കും, മനസ്സിന് ഇത്ര സന്തോഷം വരും. അതൊക്കെ അങ്ങനെ തന്നെ നടക്കും. ആ ക്ലിയറായ ഒരു മൈൻഡിൽ നമ്മളത് ചെയ്ത് കൊടുക്കുമ്പോൾ അതാണ് റെജുവിനേഷൻ. അത് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അവർക്കൊരു സെൽഫ് ഹിപ്നോസിസിൻ്റെ ഒരു ഇതും കൂടെ കൊടുക്കും. ഒരു മെഡിറ്റേഷൻ്റെ പോലത്തെ ഒരു ഓഡിയോ ചെയ്ത് കൊടുക്കും. അതവർ ഡെയിലി ഇത് തന്നെ ആയിരിക്കും, അതിങ്ങനെ കേട്ടുകൊണ്ട് കിടക്കുക. അപ്പോൾ ഡെയിലി ചേഞ്ചസ് വരും. അതാണ് ഹിപ്നോട്ടിക് റെജുവിനേഷൻ. അതിപ്പോൾ ഒരാൾ 50 വയസ്സുള്ള ആളെ കണ്ടാൽ 30 വയസ്സ് മാതിരി ഇരിക്കുന്നു എന്നൊക്കെ പറയുന്നു. അത് ആ റെജുവിനേഷന് പല മാർഗ്ഗങ്ങളുണ്ട്, അതിലൊന്നാണ് ഈ ഹിപ്നോട്ടിക് റെജുവിനേഷൻ. അപ്പോൾ അത് ആദ്യം ഈ ഹീലിംഗ് എല്ലാം കഴിഞ്ഞിട്ട് കൊടുക്കുന്ന ഒരു കാര്യമാണ്. അവരെ ഒന്ന് ക്ലിയർ ആക്കണം. അല്ലാതെ നമ്മൾ ക്ലിയർ ആവാത്തൊരു ഇപ്പം വിഷമായിട്ടിരിക്കുന്ന സ്ഥലത്തിൻ്റെ അകത്തോട്ടൊരു പാലൊഴിച്ചാലും അത് പിരിഞ്ഞല്ലേ പോകത്തുള്ളൂ. അത് ക്ലിയർ ആയിരിക്കുന്ന ഒരു സ്ഥലത്ത് മാത്രമേ നമുക്കത് വർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. ആദ്യം അവരെ ക്ലിയർ ആക്കുക എന്നുള്ളതാണ്. അവർക്ക് എന്തെങ്കിലും ഇതേമാതിരിയുള്ള
നെഗറ്റിവിറ്റി എന്ന് പറയുന്ന കുറേ സാധനമുണ്ട്. ഒന്ന് സ്ട്രെസ്സ്, രണ്ട് മറ്റുള്ളവരോടുള്ള ദേഷ്യം. പക്ഷെ ഒരു പരിധി വരെ സ്ട്രെസ് വേണം കുറച്ചൊക്കെ. അത് വേറൊരു സ്ട്രെസ്സാണ്. അതിന് സ്ട്രെസ് എന്നല്ല, അത് നമ്മളൊരു കോമ്പറ്റീഷൻ, ഒരു കോമ്പറ്റീഷൻ, ഒരു സ്പിരിറ്റ്. നമ്മൾ അടുത്ത ദിവസം പരീക്ഷയാണ്, നമ്മളത് ചെറിയ അളവിലെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അടുത്ത ദിവസത്തേക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യില്ല. അത് സ്ട്രെസ്സാണോ? അല്ല, അതിന് സ്ട്രെസ് എന്നാണ് പറയാനുള്ള തോന്നുന്നു. അല്ലെ പിന്നെ എങ്ങനെയാ പറയുക, ടെൻഷൻ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അത് ടെൻഷൻ വരുന്നതാ. അപ്പോൾ ഒരു സ്ട്രെസ്സും ടെൻഷനും ഇല്ലെങ്കിൽ ചിലപ്പോൾ ബുക്ക് പോലും എടുത്ത് പഠിക്കില്ല അല്ലേ. അവിടെ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അത് സ്ട്രെസ്, ആഗ്രഹമല്ലേ, ആഗ്രഹം. അപ്പം അങ്ങനെ എനിക്ക് തോന്നുന്നു ഒരു കുറച്ച് ലെവലിലൊക്കെ. പക്ഷേ അത് ഈ അതിൽ കടന്നു പോകുമ്പോഴാണ് അത് അത് സ്ട്രെസ് അല്ല, നമ്മുടെ ആഗ്രഹം കാരണം ചെയ്യണം എന്നുള്ള ആഗ്രഹം കാരണം ഉണ്ടാവുന്ന ഒരു കാര്യം ടെൻഷനാണത്. അല്ലാതെ അതിന് ആ കാര്യത്തിന് സ്ട്രെസ് അല്ല വേണ്ടത്, ആഗ്രഹമാണ് വേണ്ടത്, മോട്ടിവേഷൻ. അപ്പം ഈ ഒരു ക്ലയൻറ്റ് മാമിൻ്റെ മുന്നിൽ വരുമ്പോൾ അവർക്ക് ഹിപ്നോസിസ് ആണോ വേണ്ടത്, അതോ ഏജ് റിഗ്രഷനാണോ, അതോ ആക്സസ് ബാർ ആണോ വേണ്ടത്? അപ്പം എങ്ങനെ തീരുമാനിക്കുന്നത് എങ്ങനെയാണ്? അത് അവരോട് നമ്മൾ ആദ്യം ഒരു പ്രീ ടോക്ക് ചെയ്യും. വരുന്നതിന് മുമ്പേ ഞാനൊരു ഓൺലൈൻ കൺസൾട്ടേഷൻ ചെയ്തിട്ട് ഇവരുടെ ഒരു മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ കാണും ആൾക്കാർക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാനുള്ള. അത് കേൾക്കുക, എന്തായാലും പറഞ്ഞേ പറ്റൂ. നമ്മൾ വേണ്ടാന്ന് പറഞ്ഞാലും പറഞ്ഞേ പറ്റൂ, എന്നാലേ സമാധാനമാകത്തുള്ളൂ. അറിഞ്ഞില്ലെങ്കിൽ ചെയ്താൽ എങ്ങനെ ശരിയാവും എന്നുള്ള ചിന്ത വരും. അത് മുഴുവൻ കേൾക്കുക, ആ ഒരു പേഴ്സൺ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ അവർക്ക് ഏതൊക്കെ ഫീൽഡിലാണ് അവർക്ക് പ്രശ്നം എന്ന് നമ്മൾ മനസ്സിലാക്കും. മനസ്സിലാക്കിയിട്ട് ശാരീരിക പ്രശ്നവും മാനസിക പ്രശ്നവും ഫാമിലി പ്രശ്നവും പേഴ്സണൽ പ്രശ്നവും ഇവർ പറയുമ്പോൾ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് അങ്ങോട്ട് ചോദിക്കും. അപ്പോൾ അവർ പറയുന്നൊരു ആൻസർ ഉണ്ടാവുമല്ലോ, അത് വെച്ചിട്ട് അസസ് ചെയ്യുക. ഇവർക്ക് കുറേ ടെൻഷൻസൊക്കെ കൂടുതലായിട്ട് ഇങ്ങനെയുള്ളൊരു അവിയൽ പരുവത്തിൽ കിടക്കുന്നതാണെങ്കിൽ ആദ്യം അതൊക്കെ ഒന്ന് നീറ്റാക്കിയിട്ട് പിന്നീട് അവരുടെ ഉള്ളിലേക്ക് അത് ചെയ്യും. പക്ഷെ അടുത്ത സെഷൻ വരുമ്പോൾ നമുക്കിത് ഓർക്കേണ്ട ഒരു ആവശ്യം വരത്തില്ല. കാരണം ഈ കാര്യങ്ങൾ മുഴുവൻ കഴിഞ്ഞു. പിന്നീട് നമ്മൾ ചോദിക്കും, നമ്മൾ ഈ സെഷൻ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം കൊടുക്കുന്ന സജഷൻ ഇങ്ങോട്ടൊന്നും ഇനി പറയണ്ട, നോ നെഗറ്റീവ് അല്ല, മാറിയോ എന്നുള്ള സംശയം പറഞ്ഞാൽ പോലും അത് അഫക്റ്റ് ചെയ്യും. കാരണം നമ്മൾ ഹിപ്നോസിസ് ചെയ്ത് കഴിഞ്ഞാൽ 1 മണിക്കൂറത്തേക്കൊക്കെ ആ ഒരു സ്റ്റേജിൽ തന്നെ ആയിരിക്കും, കുറച്ചൊക്കെ ഇങ്ങനെ പതുക്കെ റിലീസ് ആവത്തുള്ളൂ. അന്നേരം എന്തെങ്കിലും സംഭവിച്ചു, മിക്കവർക്കുള്ളൊരു ഒരു ഡൗട്ട്, എന്തെങ്കിലും സംഭവിച്ചോ, ഞാനൊന്നും അറിഞ്ഞില്ലല്ലോ എന്നാണ്. ആ ഒരു ഡൗട്ട് തന്നെ മതി ചിലപ്പോൾ നമ്മൾ ചെയ്ത എഫക്റ്റിന് ഒരു കുറവ് വരാൻ വേണ്ടി. കാരണം ആ ഒരു സ്റ്റേജിൽ തന്നെ നമ്മൾ നിൽക്കുവാണല്ലോ. ആ ഒരു ഡൗട്ട് വേണ്ട, എന്ത് പറയാനുള്ളതും ഇതിന് തുടങ്ങുന്നതിന് മുമ്പ് പറഞ്ഞ് തീർക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഹീൽ ചെയ്തിട്ട് അവരെ സന്തോഷമായിട്ട് പറഞ്ഞിടുക. അതാണ് ചെയ്യുന്നത്. ഹിപ്നോസിസിൽ പോയി കഴിയുമ്പോൾ എത്ര നേരമൊക്കെ ആയിരിക്കും സ്ലീപ്പിൽ പോവുക, അല്ലെങ്കിൽ ഒരു സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പോവുക? അത് ആവശ്യത്തിന് ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റൻറ്റ് ഹിപ്നോസിസ്, റാപ്പിഡ് ഹിപ്നോസിസ് എന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് ഒരാളെ പിടിച്ചിട്ട് അപ്പേന്നിങ്ങനെ അതൊക്കെ ചെയ്യാം. പക്ഷെ അതുകൊണ്ട് നമുക്ക് ഹീലിംഗ് ചെയ്യാൻ പറ്റത്തില്ല. അത് അത്ര കുറച്ച് സമയം കൊണ്ട് തന്നെ തിരിച്ച് കൊണ്ടുവരണം. ഇതെന്ന് പറയുന്നത് നമ്മൾ ഈ വളരെ ഒരു മസ്കുലാർ റിലാക്സേഷൻ ആദ്യം ചെയ്ത് പതുക്കെയാണ് അവരെ റിലാക്സേഷനിലേക്ക് കൊണ്ടുപോകുന്നത്. എന്നാലേ നമുക്ക് ഹീലിംഗ് ചെയ്യാൻ പറ്റും. 1.5 മണിക്കൂർ അല്ല, ഒരു റീക്ലൈനർ ചെയറിലിട്ടും ചിലരെ കിടത്തിയിട്ടും ചെയ്യാറുണ്ട്. അതൊരു 1 മണിക്കൂർ തൊട്ട് ഒരു 20-25 മിനിറ്റ്സ് എടുക്കും കംപ്ലീറ്റ് ആയിട്ട്. നോർമലി ചിലർ 1 മണിക്കൂറൊക്കെ എടുക്കാറുമുണ്ട്. അങ്ങനെയുള്ളവരെ നമ്മൾ ഓർത്തിട്ട് പിന്നെ രണ്ടാമത് ചെയ്യിപ്പിക്കും. ഒരു 2 hours ഹീലിങ്ങിന് എന്തായാലും ഒരു 2 hours മിനിമം വേണ്ടി വരും. 3 hours വരെ പോവാറുണ്ട്. അപ്പം ഈ ആദ്യത്തെ ഓൺലൈൻ സെഷൻ കഴിഞ്ഞിട്ട് നമ്മൾ നേരിട്ട് തന്നെയാണ് ചെയ്യുന്നത്, ഓഫ്ലൈനായിട്ട് തന്നെയാണ് കൂടുതലും ചെയ്യുന്നത്. ഓൺലൈനായിട്ടും ചെയ്യാറുണ്ട്, ചെയ്ത എഫക്റ്റും ഉണ്ട്. ബട്ട് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് ഓഫ്ലൈൻ വരാൻ വേണ്ടിയാണ്. എന്നാൽ ഓൺലൈനും ചെയ്യാം, ചിലതൊക്കെ ചെയ്യാം, എല്ലാം ഒന്നും ചെയ്യാൻ പറ്റില്ല. പാസ്റ്റ് ലൈഫ് ഒന്നും ചെയ്യാൻ പറ്റില്ല. അവിടെ വരാൻ പറ്റാത്തവർക്കാണെങ്കിൽ, എറണാകുളത്ത് വരാൻ പറ്റാത്തവർക്കാണെങ്കിൽ ഞാൻ ട്രിവാൻഡ്രത്തും വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വിളിച്ചാല്, അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും സ്ഥലത്ത് വേണമെങ്കിൽ അല്ലേ 2-3 പേർക്കൊക്കെ ആണെങ്കിൽ ചെയ്യാൻ, അതോ അങ്ങനെ പറ്റൂല? ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. എറണാകുളത്ത് എല്ലാവരും വരാറുണ്ട്, പിന്നെ ട്രിവാൻഡ്രത്തും വരാറുണ്ട്. എറണാകുളത്ത് കച്ചേരിപ്പടി അവിടെയാണ്. നമ്പർ വിളിച്ചിട്ട് ബുക്ക് ചെയ്തിട്ട് തന്നെ വരണം. കാരണം ഒരു ദിവസം ഒരു 3 പേരിൽ കൂടെ നമുക്കൊന്നും ചെയ്യാൻ പറ്റും. പകൽ തന്നെയാണോ? പകൽ ഒരു 6 മണി വരെയൊക്കെ ഉള്ളൂ മാക്സിമം. വൈകുന്നേരം 6 മണി. അതിനിടയ്ക്ക് എല്ലാവരും പൊതുവെ മനുഷ്യൻ ടയർഡ് ആവുമല്ലോ. 6 മണിയൊക്കെ കഴിഞ്ഞൊരു ഇരുട്ടൊക്കെ ആകുമ്പോഴത്തേക്കും ടയർഡ് ആവാത്തവരും ഉണ്ട്. പക്ഷേ 6 മണിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഒരു ഉറക്കത്തിൻ്റെ ഒരു സ്റ്റേജ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അവരുടെ കൂടെ ആരെങ്കിലും ഇപ്പം എന്നെ പ്രശ്നമുള്ള വ്യക്തിയുടെ കൂടെ വേറെ ആരെങ്കിലും കൂടെ വരണ്ടേ? ഒരു സപ്പോർട്ട് വരണം എന്നില്ല, വരാം.
വന്നാലും അവരുടെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് റൂമിലേക്ക് കയറ്റാറില്ല. ഇല്ല, പുറത്ത് ഇതൊരു പേഴ്സണലായ വളരെ പേഴ്സണലായ ഒരു സ്പേസ് ആണ്. ഹിപ്നോസിസ് ഒക്കെ കഴിഞ്ഞ് അവർ തിരിച്ചതിലേക്ക് വന്നിട്ട് തിരിച്ചു പോകാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുക അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അല്ലെങ്കിൽ കൂടുതൽ പേരും ഒറ്റയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട് ഭക്ഷണം കഴിച്ചിട്ട് ഹെവി ആയിട്ടുള്ള ഭക്ഷണം കഴിച്ചിട്ട് വരരുത്. ലൈറ്റ് ഫുഡ് കഴിക്കണം. ഹെവി ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുമ്പം ചിലപ്പം നമ്മൾ ഇതിലേക്ക് ബോഡി റിലാക്സ് ആകുമ്പോൾ തന്നെ ഉറങ്ങിപ്പോവും. ബോഡി റിലാക്സ് ചെയ്തിട്ടാണല്ലോ അടുത്തത് ചെയ്യുന്നത്, അപ്പോൾ അങ്ങ് ഉറങ്ങിപ്പോവും. അപ്പോൾ ഹെവി ഫുഡ് ആര് കൂടെ വരുന്നോട്ടെ കുഴപ്പമില്ല, വന്നില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ അതിന് മുമ്പ് ഓൺലൈനിൽ തന്നെ സജസ്റ്റ് ചെയ്യുന്നുണ്ടാവില്ലേ, മിക്കവാറും ഇതായിരിക്കും ചെയ്യാന്ന് നല്ലത് എന്നുള്ളതൊക്കെ സജഷൻ കൊടുക്കുന്നുണ്ടാവും അല്ലേ? ഓക്കെ, എന്താണ് ചെയ്യാൻ പോകുന്നതെന്നൊക്കെ അവർ ചോദിക്കാറുണ്ട്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കാറുണ്ട്, എല്ലാം പറഞ്ഞു കൊടുക്കാറുണ്ട്. അങ്ങനെയാണ് ചെയ്യുന്നത്. ആയുർവേദ ഡോക്ടർ ആയിരിക്കെ തന്നെ മരുന്നുകളില്ലാതെ തന്നെ നമുക്ക് എത്രത്തോളം ഒരു വ്യക്തിയെ മാറ്റിയെടുക്കാം, അല്ലെ അവർ ഒരു നോർമൽ ജീവിതത്തിലേക്ക് കൊണ്ടുവരാമെന്നുള്ളതാണ് ചിന്തിക്കുന്നത്. അപ്പം അതെന്തായാലും ഒരുപാട് അനുഭവങ്ങൾ ഇപ്പം മാം കുറേ ഷെയർ ചെയ്ത് കഴിഞ്ഞു. അല്ലാതെ ഒരുപാട് അനുഭവങ്ങൾ ഇനിയും പറയാൻ കിടക്കുന്നു അല്ലേ? അപ്പോൾ ഇനി ഇതുപോലെ ഓരോ വ്യക്തികൾക്കും അവരുടെ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരാൻ പറ്റട്ടെ പ്രാർത്ഥിക്കുന്നു. അപ്പം മാമിന് ഇനി വേറെന്തെങ്കിലും പ്രത്യേകിച്ച് ഇപ്പം കഴിഞ്ഞൊരു വീഡിയോ കഴിഞ്ഞ സ്ഥിതിക്ക് എന്തെങ്കിലും അവരോട് പ്രത്യേകിച്ച് പറയാനുണ്ടോ, അതോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാമോ? ഞാൻ എറണാകുളത്താണ് ക്ലിനിക്ക്. ആയുർവേദ കൺസൾട്ടേഷനും തെറാപ്പിയും ഒക്കെ ഉണ്ടെങ്കിലും ഹിപ്നോസിസ്, ആക്സസ് ബാർസ് അതൊക്കെ ഇപ്പം കൂടുതലായിട്ടും കുറച്ചും കൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറച്ചും കൂടെ ഞാൻ പ്രിഫറബിളായിട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ട്രിവാൻഡ്രത്ത് വരാറുണ്ട്, മാസത്തിൽ 2 ദിവസം വരാറുണ്ട്. ദുബായിലും ഇപ്പം ഞാൻ പോയിട്ട് വന്നതേ ഉള്ളൂ. ഇടയ്ക്ക് 2 മാസം 3 മാസം കാണാറുണ്ട്. അപ്പോൾ തെറാപ്പി ആവശ്യമുള്ളവർക്ക് വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഒരു വോയിസ് മെസ്സേജ് ഇടുക. തീർച്ചയായിട്ടും റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഒരു ദിവസം കഴിഞ്ഞിട്ടായാലും റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. എല്ലാവർക്കും വളരെ സന്തോഷം, നന്ദി. ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി 2026. കഴിഞ്ഞ 2025 ചെയ്തത്. അപ്പോൾ ഈ ഒരു വർഷം നല്ലൊരു വർഷമായിട്ട് പോകട്ടെ. ഹിപ്നോതെറാപ്പി, ഹിപ്നോസിസ്, അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിളിച്ച് ചോദിക്കാം, അല്ലെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ വന്ന് ചോദിക്കാം. ഫോൺ നമ്പറും ഡീറ്റെയിൽസും എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. കഴിഞ്ഞ പ്രാവശ്യം ചെയ്തതിൽ കൂടുതൽ ഡൗട്ട്സ് ഉണ്ടായിരുന്നത് പാസ്റ്റ് ലൈഫ് റിഗ്രഷനെ കുറിച്ചായിരുന്നു. പിന്നെ എല്ലാവർക്കും ഫിനാൻഷ്യൽ പ്രോബ്ലംസ്, റിപ്പീറ്റായിട്ട് സാമ്പത്തിക പ്രശ്നങ്ങൾ വരുന്നു. പിന്നെ നെഗറ്റിവിറ്റി എന്ന് പറഞ്ഞ സാധനം ഇപ്പോൾ പലർക്കും ഈ ബ്ലാക്ക് മാജിക്ക്, നമ്മൾ മന്ത്രം, അതേപോലത്തെ കുറേ കാര്യങ്ങളോടും ഒരു പേടിയുണ്ട്, മനസ്സിലൊരു ഭയമുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് ചെറുപ്പം മുതലേ ഭയം, ആ ഭയം കൊണ്ട് തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതുണ്ട്. അപ്പോൾ ആ നെഗറ്റീവൊക്കെ മാറ്റാൻ പറ്റുമോ എന്നൊക്കെയുള്ളൊരു ചോദ്യം, അതൊക്കെയാണ്. അപ്പോൾ പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ കൊണ്ട് മാറ്റാവുന്ന കുറേ രോഗങ്ങളും അതിൻ്റെ കൂട്ടത്തിൽ ഇതേപോലെ നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ്, വീണ്ടും കടം വരിക, വീണ്ടും ലോൺ എടുക്കുക, വീണ്ടും തകരുക, പിന്നെ ചീറ്റിങ്, ആൾക്കാർ നമ്മളെ സാമ്പത്തിക കാര്യത്തിൽ ചീറ്റ് ചെയ്യുക, അതൊക്കെ നമുക്ക് ഈ പാസ്റ്റ് ലൈഫുമായിട്ട് കണക്റ്റഡ് ആണ് കൂടുതലും. അതിന് പാസ്റ്റ് ലൈഫ് ചെയ്യുമ്പോൾ ആണ് കൂടുതലും റിസൾട്ട് കിട്ടുന്നത്, നല്ല റിസൾട്ട് കിട്ടുന്നതുകൊണ്ട്. പിന്നെ ഞാൻ ആക്സസ് ബാർസ് ചെയ്യുമ്പോൾ ആക്സസ് ബാർസിൽ കൂടെയാണ് കൂടുതലായിട്ടും ഈ നെഗറ്റിവിറ്റി റിമൂവ് ചെയ്യുന്നത്. നെഗറ്റിവിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ എൻറ്റിറ്റീസിൻ്റെ പ്രസൻസ് ആവാം, ഉള്ളിലുള്ള ഇതേപോലത്തെ എനർജീസ് ഉണ്ടോ എന്നുള്ളൊരു ഭയമാകാം, പാരമ്പര്യമായിട്ട് കിട്ടിയിട്ടുള്ള കുറേ നെഗറ്റീവ് കാര്യങ്ങളുണ്ടല്ലോ, അതാവാം. അത് നമ്മൾ ചെയ്യുമ്പോൾ മനസ്സിലാവും, ഒരു പ്രസൻസ് കിട്ടും, മനസ്സിലാവും. അപ്പോൾ ക്ലിയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതും കൂടെ മിക്കവർക്കും തെറാപ്പി ചെയ്യുമ്പോൾ അതും കൂടെ ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് നല്ലൊരു റിസൾട്ട് പെട്ടെന്ന് കിട്ടുന്നു. നേരിട്ട് ചെയ്യുന്നതാണ് കൂടുതൽ എഫക്റ്റീവ് എങ്കിലും ഓൺലൈനായിട്ട് ചെയ്യുന്നുണ്ട്. ഒരുപാട് പേർക്ക് വെളിയിൽ വിദേശത്തുള്ളവർക്ക് അവിടെ ഓൺലൈനായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. ചിലരൊക്കെ ഇവിടെ വന്ന് വീട്ടിൽ വന്ന് ചെയ്തിട്ടുമുണ്ട്. ഓക്കെ, അപ്പം നമുക്കിവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പം കണ്ടതിൽ സന്തോഷം. ഇവിടം വരെ വന്ന് ഇത്തരം കാര്യങ്ങൾ നമ്മുടെ പ്രേക്ഷകരോട് ഷെയർ ചെയ്യുന്നതിന് ഒരുപാട് നന്ദി. അപ്പം ഇതുവരെ വീഡിയോ കണ്ടുവന്ന എല്ലാ പ്രേക്ഷകർക്കും സ്നേഹത്തോടെ നന്ദി, നമസ്കാരം. നന്ദി.